ഫസ്റ്റ് ഇയർ തീരുമല്ലേ, അപ്പൊ എത്തേക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു മെമ്മറബിൾ മൊമെന്റ് പറയൂ. അമലേട്ടേക്ക് 10,000 ലൈക്ക് കിട്ടിയത് ഗൈസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എല്ലാ മെമ്മറബിൾ മൊമെന്റ് കേട്ടു ഗൈസ്. ഇനി എന്റെ മെമ്മറബിൾ മൊമെന്റ് ഫസ്റ്റ് ഇയറിലെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി നമ്മുടെ VDS ലൈഫിന്റെ ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ഡേ ഓഫ് മൈ ഫസ്റ്റ് ഇയർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ഒഫീഷ്യലി ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് ഇയർ വീഡിയോസ് ആണ്. കാരണം നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, യൂണിവേഴ്സിറ്റി തിയറി എക്സാമും കഴിഞ്ഞു. ഇനിയും ഇന്നുകൊണ്ട് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ക്ലാസ്സും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തിങ്കളാഴ്ച പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം തിങ്കളാഴ്ച മീൻസ് 25-ാം തീയതി പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ക്ലാസ്സും ലാബിലൊക്കെ കയറുന്ന ലാസ്റ്റ് ദിവസമാണെന്ന്. ഇനിയും അങ്ങോട്ട് ജയിച്ചാൽ ലാബിൽ കയറേണ്ടി വരത്തില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം ഞാൻ ചേർന്നിട്ട് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോകുന്ന ഓർമ്മയുള്ളൂ. ഇപ്പം ഇന്നലെ നടന്ന പോലെ പെട്ടെന്ന് ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിങ് ആയി. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇയേഴ്സും ഇതേ സ്പീഡിൽ പോകുമായിരിക്കും എന്ന് വിചാരിക്കാം. എനിവേ, ഇനി നമുക്ക് ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാറ്റമി ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പം അതാണ് ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഞാൻ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇനിയും നേരെ റെഡി ആയിട്ട് ക്ലാസ്സിൽ പോകണം. 9:30 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 9 to 11 വരെ എന്തോ ബയോകെമിസ്ട്രിയും, പിന്നെ 11 to 12 എന്തോ നമ്മുടെ ഫിസിയോളജിയും. അത് കഴിഞ്ഞിട്ട് ഹിസ്റ്റോളജിയാണ്. ഇന്നലെ ഞങ്ങളുടെ ഗ്രോസ് ഒക്കെ കഴിഞ്ഞു. ഗ്രോസ് അനാറ്റമി കഴിഞ്ഞു. പിന്നെ ഓസ്റ്റിയോളജി, എംബ്രിയോളജി എല്ലാം പ്രാക്ടിക്കൽസ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടു. ഇന്നിനി ഹിസ്റ്റോളജി മാത്രമേ ഉള്ളൂ. മേ ബി ചിലപ്പം ജെനറ്റിക്സിൻ്റെ കുറച്ച് സെക്ഷനും വരാൻ ചാൻസ് ഉണ്ട്. എനിവേ, എന്തായാലും നമുക്ക് കാണാം ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഗൈസ്. അങ്ങനെ ഒഫീഷ്യലി ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മൾ റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ കണ്ടിരിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചെയ്യട്ടെ? ഫസ്റ്റ് ഇയർ തീരുമല്ലേ ഇന്നുകൊണ്ട്, അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് പറയൂ. ക്ലാസ് നേരത്തെ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ തീരുമല്ലേ, അപ്പോൾ എത്തേക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു മെമ്മറബിൾ മൊമെന്റ് പറയൂ. അമലേട്ടേക്ക് 10,000 ലൈക്ക് കിട്ടിയത് ലീവ് അടിച്ചു പോയത്. ഓ ശരി ശരി, താങ്ക് യു ഗൈസ്. അതബിത്ത നമ്മുടെ ഫസ്റ്റ് ഇയറിന് തീർന്നില്ലേ? ഐ മീൻ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് എക്സാം അല്ലേ ഉള്ളൂ, ഐ മീൻ പ്രാക്ടിക്കൽ എക്സാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ഏതാ? ഇപ്പൊ പറ. ഒത്തിരി നിലക്കണ്ടേ? ആർട്സ് ഡേ ആയിരുന്നു മെമ്മറബിൾ. ഓ ശരി ശരി. ഇത് റോൾ നമ്പർ 1 ആണ് ഗൈസ്. എന്താ റോൾ നമ്പർ 1 അതിന്റെ ഒപ്പീനിയൻ എങ്ങനെയുണ്ട്? എന്റെ മാതാപിതാക്കളോടാണ് എനിക്ക് നന്ദി. അവരെപ്പോ ഞാൻ സ്മരിക്കുന്നു.
എന്റെ വൈവയ്ക്ക് നമ്പർ 1, മോഡലിന് നമ്പർ 1, എല്ലാത്തിനും നമ്പർ 1. ഇവർക്കെല്ലാം ക്ലാസ്സിലെ നമ്പർ 1. അതെ ക്ലാസ്സിലെ നമ്പർ ക്ലാസ്സിലെ ടോപ്പർ. ഞാൻ ഗൈസ് കഷ്ടപ്പെട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒരാഴ്ച ലീവ് എടുത്തു. സാറുമാരെല്ലാം കൂടെ ഒരു 10 ക്ലാസ് വരുമ്പോൾ ലാസ്റ്റ് എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും 99 നിന്ന് നമ്മുടെ ക്ലാസിന്റെ മാനം രക്ഷിച്ച ഡോക്ടർ അബിത. മെമ്മറബിൾ വലിയ കാര്യം. ബി എ ക്ലാസ്സിൽ ഞങ്ങൾ ഭയങ്കര അലമ്പാണ്. അന്ന് ഒരു ദിവസം ഹീരാമ വന്നപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്ന് എല്ലാവരും കാർവ് ചെയ്തു. മാമിനെ കാണിക്കാൻ പോലും അവിടെ പോയില്ല. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രീമോളാർ 5 എണ്ണം പിറ്റേന്ന് കാർവ് ചെയ്തോണ്ട് ആദ്യം നേരെ ചൊവ്വ ഇരുന്ന ക്ലാസ് അന്ന് ഹീരാമാമിന്റെ ക്ലാസ്. അന്നാണ് ഞങ്ങൾക്ക് 5 പ്രീമോളാർ. പിറ്റേന്ന് എന്തോ മോഡലോ വേറെ എന്തോ ഉണ്ടായിരുന്നു, ഫിസിയോളജി ഉണ്ടായിരുന്നു. അതാണ് മെമ്മറബിൾ. ഓക്കെ, ഒരു മെമ്മറബിൾ മൊമെന്റ് ഓഫ് ഫസ്റ്റ് ഇയർ BDS. മെമ്മറബിൾ മൊമെന്റ് ഇവരുടെ എല്ലാ മെമ്മറബിൾ മൊമെന്റ് കേട്ടു ഗൈസ്. ഇനി എന്റെ മെമ്മറബിൾ മൊമെന്റ് ഫസ്റ്റ് ഇയറിലെ റാഗിങ്ങും പിന്നെന്താ ഫസ്റ്റ് ഇയറിലെ റാഗിങ്ങും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ചാരത്തി ഉണ്ടായിരുന്നു ഗൈസ്. ആ ചാരത്തി ഒരു ക്ലാസ് 2 പിളർന്നു. പ്ലീസ് ആ ചാരത്തി എല്ലാ കാര്യം സീനിയേഴ്സിന് പറഞ്ഞു കൊടുത്താൽ നല്ല സുഖമായിരുന്നു. അതാണ് ഏറ്റവും വലിയ മെമ്മറബിൾ മൊമെന്റ്. അതാണ് എന്റെ ഏറ്റവും വലിയ മെമ്മറബിൾ മൊമെന്റ്. പിന്നെ കോളേജ് ഡേക്ക് ഒരു ചെറിയ റാഗിങ്, അതും മെമ്മറബിൾ ആയിരുന്നു. റാഗിങ് ആണ് ഫസ്റ്റ് ഇയറിലെ മെമ്മറബിൾ സാധനം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനിയും ഫസ്റ്റ് ഇയർ മിസ് ചെയ്യില്ല. ഫസ്റ്റ് ഇയർ പെട്ടെന്ന് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഇയർ ലൈഫ്. അപ്പം ഇനി നമുക്ക് മെയിൻ എക്സാം എല്ലാം കഴിഞ്ഞു. ഇനിയും പ്രാക്ടിക്കൽ എക്സാമും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn.